എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ ഋഗിങ്കരണേ. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 28. സുഗത ക്രിയതേ രാമഭോഗഃ പശ്ചാത്ഹന്ത ശരീരേ രോഗഃ യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ജതി പാപചരണം. സുഗത ക്രിയതേ രാമഭോഗഃ പശ്ചാത്ഹന്ത ശരീരേ രോഗഃ യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ജതി പാപചരണം. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സുഖത സുഖത്തിനായിട്ട്, രാമഭോഗഃ ക്രിയതേ വിഷയഭോഗങ്ങളിൽ മുഴുകുന്നു, ഖന്ത കഷ്ടം, പശ്ചാത് ശരീരേ രോഗഃ തദനന്തരം തൽഫലമായി ശരീരത്തിൽ രോഗം പിടിപെടുന്നു. യദ്യപി ലോകേ മരണം ശരണം, ഈ ലോകത്തിലെ അവസാന അനുഭവം മരണം തന്നെയെങ്കിലും തദപി എന്നിട്ടും പാപചരണം ന മുഞ്ചതി, പാപചരണത്തിൽ നിന്ന് മനുഷ്യൻ പിന്മാറുന്നില്ലല്ലോ. ഭജഗോവിന്ദത്തിലെ ആദ്യത്തെ 12 പല്ലവിയടക്കം ശ്ലോകങ്ങൾ ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ചതായും തുടർന്നുള്ള 14 ശ്ലോകങ്ങൾ കാശിയാത്രയിൽ അവിടത്തെ അനുഗമിച്ച 14 ശിഷ്യന്മാർ രചിച്ചതായുമാണല്ലോ കരുതപ്പെടുന്നത്. സാധകരെ പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന മട്ടിലുള്ള ഉപദേശങ്ങളെ അടങ്ങിയ ഇനിയത്തെ 4 ശ്ലോകങ്ങൾ കൊണ്ട് ആചാര്യസ്വാമികൾ ഈ സ്തോത്രത്തെ ഉപസംഹരിക്കുന്നു. ശബ്ദങ്ങളുടെ ഉജ്ജ്വലതയും തീക്ഷ്ണതയും ആശയ ഗാംഭീര്യവുമൊക്കെ കാണുമ്പോൾ ഈ ശ്ലോകങ്ങൾ അദ്വൈതാചാര്യൻ്റേത് തന്നെ ആയിരിക്കണമെന്ന് കരുതാൻ പ്രയാസവുമില്ല. മൃഗങ്ങളെപ്പോലെ പെരുമാറാൻ മനുഷ്യന് വളരെ എളുപ്പമാണ്. കാരണം അത് ഒരു ഇറക്കമാണല്ലോ. മലമുകളിൽ കയറാൻ പാടുപെടണം, ഉരുണ്ടു വീഴൽ എളുപ്പം കഴിയും. കഠിനാധ്വാനം ചെയ്തെങ്കിലേ ഉയരാനാവൂ. ഇനി പിറക്കണമെങ്കിൽ അമ്മ പേറ്റുനോവ് അനുഭവിക്കുക തന്നെ വേണം. ഭോഗ്യവസ്തുക്കളിൽ ഭ്രമിച്ച് ഇന്ദ്രിയാരാമന്മാരായി ജീവിക്കാനാണ് മനുഷ്യർക്ക് കൗതുകം. വിഷയങ്ങൾ ഭുജിക്കാൻ ഇന്ദ്രിയങ്ങളുടെ വെമ്പൽ സ്വാഭാവികമാണ്. അതിനൊരു പരിശീലനം നേടേണ്ടതില്ല. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ എല്ലാവരും കെങ്കേമന്മാരാണ് താനും. തോന്നിയ പോലെ വിഹരിച്ചു നടക്കുന്ന ഉള്ളിലെ മൃഗത്തെ പിടിച്ചു കെട്ടിയിടണം, ഇന്ദ്രിയങ്ങളെ വശത്താക്കണം. ഇവിടെയാണ് നമ്മുടെ പൗരുഷം കാണേണ്ടത്. അമിതമായ വിഷയസേവയുടെ ഫലം പലതരത്തിലുള്ള രോഗങ്ങളുടെ രൂപത്തിൽ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നു. ആരോഗ്യം നശിച്ച്, ഇന്ദ്രിയങ്ങൾ ജീർണിച്ച്, മനോവീര്യം ക്ഷയിച്ച്, ഒന്നിനും വയ്യാതായി അവസാനം അയാൾ മരിക്കുന്നു. ജനിച്ചപ്പോൾ തന്നെ തീർച്ചയായ കാര്യമാണ് ഒരു നാൾ മരിക്കേണ്ടി വരുമെന്നത്. എന്നിട്ടും പാപപങ്കിലമായ വിഷയജീവിതം മതിയാക്കാൻ മനുഷ്യന് തോന്നാറില്ല. ശരീരബലവും മനോവീര്യവും കെടുത്തുന്ന ഏതു പ്രവൃത്തിയും പാപമത്രേ. മനുഷ്യൻ്റെ വിവേകശൂന്യമായ ജീവിത രീതിയെ അതേപടി ചിത്രീകരിക്കുന്ന ഈ ശ്ലോകം അവൻ്റെ ദുഃഖസ്ഥിതിയോർത്ത് പരിതപിക്കുന്നു. ജീവിതം മരണത്തിൽ ചെന്ന് കലാശിക്കുന്നുവെന്ന് കണ്ടിട്ടും ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് പിരിയേണ്ടി വരുമെന്നറിഞ്ഞിട്ടും തെറ്റായ വഴിയിൽ നിന്ന് പിന്തിരിയാൻ മനുഷ്യന് തോന്നുന്നില്ലല്ലോ. ഇതത്രേ മായ, ഉന്തും തള്ളുമായി പ്രകടമാവാനുള്ള വാസനയുടെ വെപ്രാളം. അത് ദുഷ്കർമ്മങ്ങളിലേക്ക് നമ്മെ ഉന്തി വീഴ്ത്തുകയും സത്കർമ്മങ്ങളിൽ നിന്ന് തള്ളി മാറ്റുകയും ചെയ്യുന്നു. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.